പ്രിയപ്പെട്ട കൂട്ടുകാരെ, കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന അധ്യായത്തിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ? എങ്ങനെ ഒരു കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കാം, എങ്ങനെ എക്സ് അക്ഷവും വൈ അക്ഷവും വരയ്ക്കാം, അതില് എക്സില് വൈയില് പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുന്ന കാര്യം പ്രത്യേകം പറഞ്ഞു. രണ്ട് അക്ഷങ്ങളും കൂട്ടിമുട്ടുന്ന പോയിന്റ്, എക്സ് ആക്സിസും വൈ ആക്സിസും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒറിജിൻ എന്ന് വിളിക്കുമെന്നും, ഒറിജിനിൽ നിന്ന് വലത്തോട്ട്, ഇടത്തോട്ട്, മുകളിലേക്ക്, താഴേക്ക് പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കണം എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ ചെയ്യണമെന്നുള്ള കാര്യം ഓർപ്പിച്ചു. പിന്നെ ഒരു പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ അതില് ബ്രാക്കറ്റിനകത്ത് എഴുതിയിരിക്കുന്ന ആദ്യത്തെ നമ്പർ എക്സ് ആക്സിസിൽ നിന്നുള്ളതും രണ്ടാമത്തെ നമ്പർ വൈ ആക്സിസിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസ് ആണ് എന്നുള്ള കാര്യമെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു ചെയ്താണ്. ഏതാനും പ്രോബ്ലംസും ചെയ്തു. നിങ്ങൾ തനിയെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു നോക്കിയെങ്കിൽ ഇനി വരുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വളരെ പുഷ്പം പോലെ ചെയ്തിട്ട് പോകാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ചോദ്യം നോക്കുക. യൂസിങ് കോർഡിനേറ്റ് ആക്സിസ് draw an isosceles triangle of base 3 cm and a height 4 cm. What are the coordinates of the vertices of the triangle? ചോദ്യം എന്താന്ന് വെച്ചാല്, നമ്മള് കോർഡിനേറ്റ് ആക്സിസ് വരച്ചുകൊണ്ട് എക്സ് വൈ ആക്സിസ്, എക്സ് വൈ അക്ഷങ്ങൾ വരച്ചുകൊണ്ട് ഒരു ട്രയാങ്കിൾ, എന്ത് ട്രയാങ്കിൾ? ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐസോസെലസ് ട്രയാങ്കിളിന്റെ ബേസ് 3 സെന്റിമീറ്റർ ആയിരിക്കണമെന്നും ഹൈറ്റ് 4 സെന്റിമീറ്റർ ആയിരിക്കണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യം എന്ത് വരയ്ക്കുക? എക്സ് വൈ ആക്സിസ് വരയ്ക്കുക. എക്സ് വൈ ആക്സിസ് വരയ്ക്കുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ്. എങ്ങനെ എക്സ് അക്ഷം വരയ്ക്കുന്നത്? ഇങ്ങനെ വരച്ചു. വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ രണ്ട് എക്സ് വൈ ആക്സിസുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഒ ആണ്. ഇനി ആ ഒയിൽ നിന്ന് തുല്യ അകലത്തിൽ വലത്തോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അതേ അകലത്തിൽ തന്നെ വീണ്ടും വലത്തോട്ടും ഇടത്തോട്ടും മുകളിലേക്കും താഴേക്കും പോയിന്റ്സ് പ്ലോട്ട് ചെയ്യണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ഡിസ്റ്റൻസ് ഉണ്ടോ അത് തന്നെ ആയിരിക്കണം എല്ലായിടത്തേക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വീണ്ടും വീണ്ടും പറയുക. ശരി, ഇത് 1 2 3, ഇത് -1 -2 -3, മുകളിലേക്ക് 1 2 3 4 5 ആരോ മാർക്കിട്ട് നമ്മൾ സൂചിപ്പിക്കണം. കാരണം എൻഡ്ലെസ് ആണ് എന്നർത്ഥം. എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. കണ്ടോ, ഇതൊക്കെ എന്ത് പെട്ടെന്ന് ചെയ്തു പോയി. ഇതെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് എഴുതിപ്പോ. ഇനി നമ്മുടെ ചോദ്യം ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. അതിന്റെ ബേസ് 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. 3നെ 50-50 പകുതി പകുതിയാക്കാം. അതായത് 1.5 സെന്റിമീറ്റർ ഇടത്തോട്ടും 1.5 സെന്റിമീറ്റർ റൈറ്റ് സൈഡിലേക്കും ഒന്ന് പോയിന്റ്സ് മാർക്ക് ചെയ്തെടുക്കാം. അതായത് 3 എന്നുള്ളതിനെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് 1.5 -1.5ഉം റൈറ്റ് സൈഡിലേക്ക് +1.5 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. അപ്പോ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് സെന്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. 3 സെന്റിമീറ്റർ എന്നും 4 സെന്റിമീറ്റർ എന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. 1 സെന്റിമീറ്റർ വീതമാണ് ഈ പോയിന്റ്സ് പ്ലോട്ട് ചെയ്തിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ഇവ തമ്മിലുള്ള അകലം ഈക്വൽ ആയാൽ മതി, ഫിക്സഡ് ഡിസ്റ്റൻസ് ആകണം എന്ന് പറഞ്ഞിട്ടില്ല. 2 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ എന്തുമാകാം. പക്ഷേ പ്രോബ്ലത്തിൽ ഇങ്ങനെ പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഫിഗറിൽ വരയ്ക്കുമ്പോഴും പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് 1 സെന്റിമീറ്റർ, then 1.5 സെന്റിമീറ്റർ. ഇത് എത്രയാണ്? 1.5. then ഇടത്തേക്ക് വരുമ്പോൾ ഇത് -1.5 കണ്ടോ ആയിരിക്കും. then ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 4 സെന്റിമീറ്റർ ഹൈറ്റ്. ഇതാണ് 4. കണ്ടോ. ഇനി നമുക്കൊരു ഐസോസെലസ് ട്രയാങ്കിൾ അങ്ങോട്ട് ജോയിൻ ചെയ്താൽ പോരെ. ഈ എവിടെ മുതല്? -1.5 മുതൽ, കണ്ടോ ഇതാണ് -1.5, അവിടെ മുതൽ 4 വരെ ജോയിൻ ചെയ്തു. അപ്പോ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഒരു സൈഡായി. ദെൻ ഈ 1.5 മുതൽ ഈ 4 വരെ അങ്ങോട്ട് ജോയിൻ ചെയ്തപ്പോൾ ഐസോസെലസ് ട്രയാങ്കിളിന്റെ സെക്കൻഡ് സൈഡായി. ദെൻ ബേസ് ഈസ് 3 സെന്റിമീറ്റർ. എന്ത് സിമ്പിൾ അല്ലേ? ഈ ട്രയാങ്കിളിന്റെ ABC എന്ന് പറയുന്ന ഈ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ബേസ് 3 സെന്റിമീറ്റർ അല്ലേ? ആണ്. ഹൈറ്റ് എത്ര? 4 സെന്റിമീറ്റർ. ഇനി കൂടാതെ വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടിസസ് ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ത്രികോണത്തിന്റെ ശീർഷങ്ങളുടെ കോർഡിനേറ്റ്സ്, നിർദ്ദേശാങ്കങ്ങൾ എഴുതാൻ പറഞ്ഞിരിക്കുന്നു.
നിർദ്ദേശാംഗങ്ങൾ എഴുതുക അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് എഴുതുക എന്ന് പറഞ്ഞാൽ എക്സ് വൈ വാല്യൂസ് ആണ് ഇവിടെ എഴുതേണ്ടത്. നോക്കിയേ, ഇത് വൈ ആക്സിസിൽ കിടക്കുന്ന ഒരു പോയിന്റ് ആ സി. വൈ ആക്സിസിൽ വൈയേ ഉള്ളൂ, എക്സ് ഇല്ല. എക്സ് 0-യിലാണ്. കണ്ടോ? അപ്പോ എക്സ് വൈ എന്ന് പറയുന്നത് എന്തുവരും? 0,4. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നെക്സ്റ്റ് ഈ ലൈനിന്റെ പേര് എക്സ് ആക്സിസ് എന്നാണ്. എക്സ് ആക്സിസിൽ കിടക്കുന്ന പോയിന്റ് ആണ് എ എന്ന് പറയുന്നത്. അതുകൊണ്ട് എയുടെ കോർഡിനേറ്റ്സില് എക്സ് -1.5 ആണ്, വൈ ഇല്ല. അതുപോലെ എക്സ് ആക്സിസിലാണ് ഈ പോയിന്റ് കിടക്കുന്നത് ബിയിലും എക്സ് 1.5 ആണ്, വൈ ഏതാണ്? 0 ആണ്. സോ കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടിസസ് ഓഫ് ദ ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ ശീർഷങ്ങളുടെ നിർദ്ദേശാംഗങ്ങൾ എഴുതാൻ പറയുമ്പോൾ നമുക്ക് എഴുതാം. എ എന്നത് -1.50 ആണ്, ബി എന്നത് പോസിറ്റീവ് ആണ്, 1.50 ആണ്, സി എന്നത് 0,4 ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ കൂട്ടുകാരെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സാധാരണ എക്സാമിനൊക്കെ വരാറുള്ള തരം ഒരു ചോദ്യമാണിത്. നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടിസസ് ഓഫ് ദ പാരലോഗ്രാം. ഒരു പാരലോഗ്രാം വരച്ചിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് ഈ പാരലോഗ്രത്തിന്റെ 4 വെർട്ടിസസിന്റെയും 4 ശീർഷങ്ങളുടെയും എന്ത് കണ്ടുപിടിക്കുക? കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക, നിർദ്ദേശാംഗങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഏതൊക്കെയാണ് 4 വെർട്ടിസസ്? ക്വസ്റ്റനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് പേരുകൾ കൊടുക്കാം. ഓ എന്നാണ് ഒറിജിൻ, ഇത് എ എന്നും ബി എന്നും സി എന്നും പേര് കൊടുക്കുകയാണ്. അപ്പോ ഫൈൻഡ് കോർഡിനേറ്റ്സ് ഓഫ് ഒ, എ, ബി ആൻഡ് സി. എ, ബി, സി ഇവയുടെയും ഒയുടെയും നിർദ്ദേശാംഗങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് പെട്ടെന്ന് പറയാം. ഒയുടെ നിർദ്ദേശാംഗം എന്താണ്? ഓ കോർഡിനേറ്റ്സ് ഓഫ് ഒ ഈസ് 0,0. ഒറിജിന്റെ നിർദ്ദേശാംഗങ്ങൾ കോർഡിനേറ്റ്സ് 0,0 ആണ്, സംശയമില്ല, നോ ഡൗട്ട്. ദെൻ സിയുടെ കാര്യവും ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കിയിട്ട് പറയാം അല്ലെ. സി എന്ന് പറയുന്നത് C is the point on the x-axis. X-axisലെ point ആണ്. So x coordinate is 6 and y coordinate is 0. X-axisലെ point ആയതുകൊണ്ട് x എത്രയാണോ അത് എഴുതി കഴിഞ്ഞാൽ കോമ, y ആക്സിസിലെ പോയിന്റ് ഇല്ല, 0-യുടെ നേരെയാണ്, 0 എന്ന് എഴുതാം. മനസ്സിലാകുന്നുണ്ടല്ലോ? ദെൻ കണ്ടുപിടിക്കേണ്ടത് എയും ബിയും കൂടി ഉണ്ട്. അപ്പൊ എ എങ്ങനെ കണ്ടുപിടിക്കും എന്നറിയുന്നതിനായിട്ട് ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. ഒരു 60 ഡിഗ്രിയും ഒരു 4 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. കണ്ടോ? അപ്പൊ നമ്മുടെ കഴിഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ, ട്രിഗണോമെട്രിയിലേക്ക് ഒന്ന് കടന്നു നോക്കണം. ആ ട്രിഗണോമെട്രിയിലേക്ക് കടന്നു നോക്കുമ്പോൾ ഇത് നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് ഇതിനെ മുറിക്കും. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് ഇതിനെ മുറിച്ചാൽ ഒന്ന് പറഞ്ഞേ, ഇവിടെ എത്ര ഡിഗ്രിയൊക്കെയാ ഉള്ളത്? 90 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി. 30, 60, 90 ഉള്ള ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിളിന്റെ സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 1:√3:2 അല്ലേ? ആണല്ലോ. അപ്പോ 90ക്ക് ഓപ്പോസിറ്റ് ഇവിടെ എത്ര? 90ക്ക് ഓപ്പോസിറ്റ് 4 എന്ന് തന്നിരിക്കുന്നത് കൊണ്ട് ഇത് 4 ആയാൽ ഇതിന്റെ നേരെ ഹാഫ് ഇവിടെ 2 വരും. ഇത് എത്ര? 2√3 ആയിരിക്കും. ഏത് 2√3? 60ക്ക് ഓപ്പോസിറ്റ്, ഇതിന് ഓപ്പോസിറ്റ് 60ക്ക് ഓപ്പോസിറ്റ് 2√3 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഈ ഹൈറ്റ് 2√3 ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ, എയുടെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും എന്ന് പറഞ്ഞേ. നമ്മളൊരു പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ് പറയണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്ര? 2 ആദ്യം എഴുതും. പിന്നെ ഈ ഡിസ്റ്റൻസ് അല്ലെ, ഈ ഡിസ്റ്റൻസ് ഇത് നോക്കി പറയാൻ പറ്റില്ല, അത് ഈ ഡിസ്റ്റൻസ് ആണ്. 2√3 ഇവിടെ കണ്ടുപിടിച്ചതാണ്. 2√3 കണ്ടോ? എന്റെ എളുപ്പ 2√3. അപ്പോ കോർഡിനേറ്റ്സ് ഓഫ് എ ആർ 2√3. എയുടെ കോർഡിനേറ്റ്സ് മനസ്സിലായല്ലോ? എങ്ങനെ കിട്ടിയത്? നമ്മള് ഒരു പോയിന്റ് ഇപ്പൊ 3യുടെ നേരെയാണ് പോയിന്റ് എങ്കിൽ നമ്മൾ എഴുതും 2, 3 എന്ന് എഴുതും അല്ലെ. 3യുടെ നേരെയാണെങ്കിൽ 2, 3 എന്ന് എഴുതാം. പക്ഷെ 3യുടെ നേരെയാണോ എന്ന് നമുക്ക് ഒരു ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രോബ്ലം ട്രിഗണോമെട്രി ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്ത് വന്നപ്പോ ഈ ഹൈറ്റ് കിട്ടി. ഈ ഹൈറ്റ് ആണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുക. അതാണ് വൈ ആക്സിസിന്റെ ഹൈറ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ വൈയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 2ഉം എക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 2√3. അതാണ് കോർഡിനേറ്റ്സ് ഓഫ് എ. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ബിയുടെ കോർഡിനേറ്റ്സ് കാണാം. ബിയുടെ കോർഡിനേറ്റ്സ് കാണാൻ നമുക്ക് ഈ മാർഗത്തിൽ കൂടെ പോകാം. അതല്ല എങ്കിൽ ഈ പ്രോബ്ലത്തിൽ ഇവിടെ നമ്മൾ എത്രമാത്രം 0-യിൽ നിന്ന് ഇങ്ങോട്ട് നീങ്ങി, 0-യിൽ നിന്ന് ഇങ്ങോട്ട് എത്ര നീങ്ങി? 2 ആണ് നീങ്ങിയത് അല്ലെ.
2 നീങ്ങി. ഇവിടെ നമ്മൾ 2 എന്ന് കണ്ടുപിടിച്ചതല്ലേ? ഈ 2 എന്നുള്ളത് 90ക്ക് ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ ഇവിടെ 2 എന്ന് നമ്മൾ കണ്ടുപിടിച്ചാണ്. കണ്ടോ, 90ക്ക് ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് 2 എന്നുള്ളത്, ഇത് 30 ഡിഗ്രിയാണ്, 30ക്ക് ഓപ്പോസിറ്റ് ഇവിടെ 2 ആയിരിക്കും എന്നുള്ളത് കണ്ടുപിടിച്ചാണ്. കണ്ടോ, അപ്പോ ഈ 2 ഇങ്ങോട്ട് 2 നീങ്ങിയെങ്കിൽ ഇത് എത്ര നീങ്ങിയിട്ടുണ്ടാവും? യെസ്, ഇത് ഇങ്ങനെ 2 നീങ്ങിയിട്ടുണ്ടാവും. പാരലോഗ്രം അല്ലേ? പാരലോഗ്രം ആയതുകൊണ്ട് ഈ ചരിവ് എത്രയാണോ അത്രയും തന്നെ ഇങ്ങോട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോ ബിയുടെ എക്സ് കോർഡിനേറ്റ് എത്ര? 8. കറക്റ്റ്. കണ്ടോ, ബിയുടെ എക്സ് കോർഡിനേറ്റ് എത്ര? 8. മനസ്സിലായി? ഇനി ഇന്നലെ പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, എക്സിന് പാരലാണെങ്കിൽ അതിന്റെ എല്ലാം വൈ കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. എക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന വൈകളുടെ പോയിന്റ്സിന്റെ എല്ലാം വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ 2√3 ആണെങ്കിൽ അവിടെ എത്ര തന്നെ ആയിരിക്കും? 2√3. സോ കോർഡിനേറ്റ്സ് ഓഫ് ബി എക്സ് 8ഉം വൈ 2√3യുമാണ്. കണ്ടോ, ഇങ്ങനെയാണ് ആൻസർ. മനസ്സിലായല്ലോ? തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ചോദ്യം എന്താണ്? ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി അതർ 3 വെർട്ടിസസ് ഓഫ് ദി റെക്ടാംഗിൾ. ഒരു ചതുരം വരച്ചിരിക്കുന്നു, അതിന്റെ മറ്റ് 3 വേർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. ഒയുടെയും എയുടെയും ബി അറിയാം, സിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. കേട്ടോ, അപ്പൊ ഓ കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. റെക്ടാംഗിളിന്റെ ഒരു വേർട്ടെക്സ് ആണ് ഓ, അത് ഒറിജിനിലാണ്. സോ കോർഡിനേറ്റ്സ് ഓഫ് ഓ ഈസ് 0 0. ഓയുടെ നിർദ്ദേശാങ്കങ്ങൾ 0 0. കിട്ടിയല്ലോ. ഇനി എയുടെ കാണണം, ബിയുടെ അറിയാം, സിയുടെയും കാണണം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട് മക്കളെ, എന്താണ്? എക്സ് ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുന്ന വരകളുടെ എല്ലാം വൈകൾ സെയിം ആയിരിക്കും. എക്സ് ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുന്ന വരകളുടെ എല്ലാം വൈകൾ സെയിം ആയിരിക്കും. കണ്ടോ, ഈ കാര്യം ഓർമ്മ വേണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് എന്താണ്? വൈ ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുന്ന വരകളുടെ എല്ലാം, വൈ ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുന്ന വരകളുടെ എല്ലാം എന്ത്? എക്സുകൾ തുല്യമായിരിക്കും. എക്സുകൾ ഇവിടെ എക്സ് എന്താണോ അത് തന്നെയായിരിക്കും ഇവിടെ. കണ്ടോ, ഓർമ്മ വേണം. എക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന വരകളുടെ എല്ലാം വൈകൾ സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിലും അതിന്റെ വൈ കോർഡിനേറ്റ് 3 ആയിരിക്കും. ഇവിടെ എങ്ങനെ വരച്ചാലും പാരലായിട്ട് വരയ്ക്കുന്ന ഈ ലൈനിലെ ഏത് പോയിന്റിന്റെയും വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അതുപോലെ വൈക്ക് പാരലായിട്ട് ഒരു ലൈൻ വരച്ചാൽ അതിന്റെ എല്ലാം എക്സുകൾ സെയിം ആയിരിക്കും. ഇങ്ങോട്ട് നീട്ടി വരച്ചോ, എവിടെ പോയാലും ഈ വരയിലാണെങ്കിൽ അതിന്റെ എക്സ് 4 തന്നെയായിരിക്കും. മനസ്സിലായല്ലോ? ഇനി ഈ പോയിന്റ് സി എന്ന പോയിന്റ് വൈ ആക്സിസിൽ ഇരിക്കുന്നു. വൈ ആക്സിസിൽ വൈയേ ഉള്ളൂ, എക്സ് 0 ആണ്. അതുപോലെ തന്നെ ഈ എ എന്ന പോയിന്റ് എവിടെ ആയിരിക്കുന്നത്? എക്സ് ആക്സിസിലാണ്. അതുകൊണ്ട് എന്തേ ഉള്ളൂ? എക്സേ ഉള്ളൂ, വൈ 0 ആണ്. മനസ്സിലായല്ലോ? അപ്പോ എ എന്ന പോയിന്റ് 4 0, then C is the coordinates of C 0 3. മനസ്സിലായല്ലോ? ഓക്കെ, കൂട്ടുകാരെ, 4th ചോദ്യത്തിലേക്ക് കടന്നാലോ? ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ റെക്ടാംഗിൾ ദ സൈഡ്സ് ആർ പാരലൽ ടു ദ ആക്സിസ് ആൻഡ് ഒറിജിൻ ഈസ് ദ മിഡ് പോയിന്റ്. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദി അതർ 3 വേർട്ടിസസ്? ഒരു ചതുരം വരച്ചിരിക്കുന്നു, ഒരു റെക്ടാംഗിൾ വരച്ചിരിക്കുന്നു. റെക്ടാംഗിളിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ മിഡ് പോയിന്റ് ഒറിജിൻ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. എങ്കിൽ ഫൈൻഡ് ദ അതർ 3 വേർട്ടിസസ്, കോർഡിനേറ്റ്സ് ഓഫ് ദി അതർ 3 വേർട്ടിസസ്. മറ്റ് 3 ശീർഷങ്ങളുടെ നിർദ്ദേശാങ്കങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് സി എന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തന്നെ വളരെ എളുപ്പമായിട്ട് പറയാവുന്ന ഒരു ആൻസർ ആണ്. കാര്യം ബി എന്ന് പറയുന്ന പോയിന്റ് ഇങ്ങനെ എന്തിന്? വൈക്ക് പാരലായിട്ട് വരച്ചിരിക്കുന്ന വരയിലായതുകൊണ്ട്, പറഞ്ഞോളുക, വൈക്ക് പാരലായിട്ട് വരച്ചിരിക്കുന്ന വരയിലായതുകൊണ്ട് എക്സുകൾ സെയിം ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ വൈക്ക് പാരലായിട്ട് വരയ്ക്കുന്ന വരയുടെ എക്സുകൾ സെയിം ആയിരിക്കും എന്ന കാര്യം പറഞ്ഞു. ഇനി എക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന വരയുടെ വൈകൾ സെയിം ആയിരിക്കും, വൈ കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. നമ്മൾ എളുപ്പത്തിൽ ഇപ്പൊ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതിന്റെ റീസൺ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോ ഇത് ഏതാണ്? ഈ പോയിന്റ് 3 ആയിരിക്കും അല്ലെ? അതുകൊണ്ടാണ് ഇത് 3 2 ആയതും ഇത് താഴത്തേക്ക് എക്സ് കോർഡിനേറ്റ് 3 ആയതും. ഇനി ഈ O എന്നത് സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒറിജിൻ എന്ന് പറയുന്നത് ഇസ് ദ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയല്ലേ താഴത്തേക്ക്? മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയല്ലേ താഴത്തേക്ക്? ഡിസ്റ്റൻസ് സെയിം ആണ്. മുകളിലേക്ക് 2 ആണ് ഡിസ്റ്റൻസ് എങ്കിൽ താഴത്തേക്കും ഡിസ്റ്റൻസ് എത്ര തന്നെ? 2 ആണ്. പക്ഷേ താഴേക്കായതുകൊണ്ട്
നെഗറ്റീവ് ആണ്. ഈ പോയിന്റ് -2 ആയിരിക്കും. കിട്ടിയല്ലോ. ഇനി എയുടെ കോർഡിനേറ്റ്സ് കാണണമെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? ഈ എക്സിന് പാരലായിട്ടുള്ള ലൈൻസിന്റെ വൈകൾ സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. കണ്ടോ, വൈകൾ സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 0ൽ നിന്ന് 3 വലത്തോട്ട് പോയിരിക്കുന്നു. അപ്പോൾ 0ൽ നിന്ന് 3 ഇടത്തോട്ട് പോന്നിട്ടുണ്ടാകണം. അതുകൊണ്ട് ഈ പോയിന്റ് -3 ആയിരിക്കും. എക്സ് -3 ആണ്. ഈ പോയിന്റ് -3. മനസ്സിലായോ? നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ കൂട്ടുകാരെ, തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നിങ്ങൾ വരയ്ക്കുന്നത് സ്കെയില്, പെൻസില്, പ്രൊട്രാക്ടർ ആവശ്യമെങ്കിൽ ഉപയോഗിക്കുക. അതൊക്കെ ഉപയോഗിച്ച് വളരെ വ്യക്തമായിട്ട്, ഷാർപ്പായിട്ട്, ഭംഗിയായിട്ട് വേണം കേട്ടോ ചിത്രങ്ങൾ വരയ്ക്കാൻ. ഏത് ഭാഗത്തിന്റെ ചിത്രമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കൃത്യമായിട്ട് ഭംഗിയായിട്ട് വരയ്ക്കണം. എങ്കിൽ പേപ്പറും നോക്കുന്നവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. ഇവൻ അല്ലെങ്കിൽ ഇവളെ മോള് നന്നായിട്ട് ശ്രദ്ധിച്ചാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ അത് കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. വൃത്തിയായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. അപ്പോ ചെയ്യുമ്പോൾ എയുടെ കോർഡിനേറ്റ്സ്, ബിയുടെ, സിയുടെ, ഡിയുടെ കോർഡിനേറ്റ്സ്. എ ഏതാണ്? -3 -2. ബി ഏതാണ്? 3 -2. സി തന്നിട്ടുണ്ടായിരുന്നു 3 2. ഡി എന്ന് പറയുന്നത് -3 2 ആണ്. ആൻസർ ചെയ്തതിനു ശേഷം നിങ്ങൾ ഇങ്ങനെ നോക്കാം. താഴത്തേക്ക് വരച്ചിരിക്കുന്നത് എക്സുകൾ സെയിം 3 3. താഴത്തേക്ക് വരച്ചിരിക്കുന്നത് എക്സുകൾ സെയിം 3 3. ഇനി എക്സിന് പാരലായിട്ട് വരച്ചിരിക്കുന്ന വൈകൾ സെയിം 2 2. വൈകൾ സെയിം -2 -2. ഓക്കെ. അഞ്ചാമത്തെ ചോദ്യം നോക്കിയേ. ദ ട്രയാങ്കിൾ ഷോൺ ബിലോ ഈസ് ഇക്വലാറ്ററൽ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഇറ്റ്സ് വേർട്ടിസസ്. ഇതാണ് ചോദ്യം. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് വരച്ചിരിക്കുന്നത്. അതിന്റെ 3 വേർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് എഴുതുക, നിർദ്ദേശങ്ങൾ എഴുതാമെന്ന് ചോദ്യം. അപ്പൊ ഇത് എ എന്ന പോയിന്റ്, ഇത് ബി ആണെങ്കിൽ കോർഡിനേറ്റ്സ് ഓഫ് ഒ ഈസ് 0 0. സോ ഒ ഈസ് ദി ഒറിജിൻ 0 0. ദെൻ ഈ ഡിസ്റ്റൻസ് 4 എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് 4 ആണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ എക്സ് കോർഡിനേറ്റ് 4 ആയിരിക്കും. എക്സ് ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പൊ എ എന്ന് പറയുന്നത് 4 0. ഇത് രണ്ടും നമുക്ക് സംശയമില്ല. ഇനി ഈ പോയിന്റ് ഏത് എന്നുള്ളത് നിങ്ങൾ ഈ 2 2 എന്നൊന്നും പെട്ടെന്ന് എഴുതി വെക്കരുത്. ശ്രദ്ധയോടെ എഴുതുക. 2 ആണോ വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ കണ്ടെത്താം. എങ്ങനെയാ കണ്ടെത്തുക? ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരച്ചാൽ എവിടെ മീറ്റ് ചെയ്യും? മിഡ് പോയിന്റിൽ, ബേസിന്റെ മിഡ് പോയിന്റിൽ മീറ്റ് ചെയ്യും. ബേസിന്റെ മിഡ് പോയിന്റ് എത്ര? 2 ആണ്. സോ എക്സ് കോർഡിനേറ്റ് ഈസ് 2. ഓക്കെ, കറക്റ്റ്. എക്സ് കോർഡിനേറ്റ് 2 ആണ്. പക്ഷേ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ നീളമല്ലല്ലോ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇത് 4 ആണ് എന്ന് പറഞ്ഞ് 4 എന്ന് എഴുതരുതേ. വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് അല്ല, ഈ നീളമല്ല, ഈ ഹൈറ്റ് ആണ്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം എന്തിനു തുല്യമാണ്? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത് ഈ നീളത്തിന് തുല്യമാണ്. ഇത് കണ്ടോ? അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വീണ്ടും ട്രിഗണോമെട്രിയിലേക്ക് പോകാം. ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടിയില്ലേ? എത്രയൊക്കെയാണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് 60 30 90. കണ്ടോ? 30 60 90 ഉള്ള ഒരു ട്രയാങ്കിൾ ഇവിടെ വന്നു. 60 30 90. ദെൻ 30 ഓപ്പോസിറ്റ് 2 ആണ്. 2 2 ആയിട്ട് മുറിഞ്ഞല്ലോ. ഇപ്പൊ 30 ഓപ്പോസിറ്റ് 2. നമുക്ക് ആദ്യം ആ റേഷ്യോ എഴുതാമല്ലോ. റേഷ്യോ എന്താണ്? ഇക്വലാറ്ററൽ ഈ ട്രയാങ്കിളിന്റെ 30 60 90 ആണെങ്കിൽ 1:√3:2 ആണ്. 30 ഓപ്പോസിറ്റ് 2 ആയാൽ ഇത് 2√3, ഇതിന്റെ ഇരട്ടിയായ 4 ആയിരിക്കും വരുന്നത്. മനസ്സിലായോ? അപ്പോ 60 ഓപ്പോസിറ്റ് എത്ര? 2√3. 60 ഓപ്പോസിറ്റ് 2√3. ഇനി നിങ്ങൾക്ക് പറയാം ഇത് 2√3 ആണ്. കണ്ടോ? ഈ ബി എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെ കാണും? ഈ ഡിസ്റ്റൻസ് ആദ്യം എഴുതും. കണ്ടോ? എക്സ് കോർഡിനേറ്റ് ആയിട്ട് ഈ ഡിസ്റ്റൻസ് എഴുതും. ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ ഹൈറ്റിന് തുല്യമാണ്. ഇതെത്ര? 2√3 എന്ന് കിട്ടി. അതും എഴുതി. സോ കോർഡിനേറ്റ്സ് ഓഫ് ബി ഈസ് 2√3. ഓക്കെ. പ്രിയപ്പെട്ട കുട്ടികളെ, പലപ്പോഴും SLCക്ക് ചോദിച്ചിട്ടുള്ളതും ട്രിഗണോമെട്രിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതുമായ ഒരു പ്രോബ്ലം കൂടെ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ചോദ്യം നോക്കിയേ. ദ സെന്റർ O of the circle is the origin and A, B are points on the circle. Calculate the coordinates of A and B. എന്ന് പറഞ്ഞ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ മറ്റു 2 കാര്യങ്ങൾ കൂടി കാണിച്ചിട്ടുണ്ട്. എന്താണ്? ഈ ആംഗിൾ 30 ഡിഗ്രി ആണെന്നും ഇവിടെ ഒരു ആംഗിൾ 90 ഡിഗ്രി എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോ ചോദ്യം ഇങ്ങനെ ഒരു റേഡിയസ് 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു 30 ഡിഗ്രിയും ഉണ്ട്. എങ്കിൽ ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ എന്നുള്ളത് ആദ്യം ചെയ്യണം.
അതിനുവേണ്ടി നമുക്ക് ഇങ്ങനെ ഡോട്ടഡ് ലൈൻ ഇട്ട് താഴത്തേക്ക് എക്സ് ആക്സിസിലേക്ക് മീറ്റ് ചെയ്താൽ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയില്ലേ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 30 degree, 60 degree and 90 degree, and the length of side opposite to 90 degree is 2. Then 30, 60, 90 ratio of the sides are 1:√3:2. Sides are in the ratio 1:√3:2. Here 90 opposite 2 ആണെങ്കിൽ വേറെ ഒന്നും ഇവിടെ നമ്മൾ പുതിയതായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. 30 opposite 1 ആണ്. Then 60 opposite എത്ര √3 ആണ്. എങ്കിൽ കോർഡിനേറ്റ്സ് ഓഫ് എ എത്രയായിരിക്കും മക്കളെ പറഞ്ഞേ? കോർഡിനേറ്റ്സ് ഓഫ് എയുടെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അകലം ആദ്യം എഴുതും. എത്രയാണ്? √3. ദെൻ ഈ ഹൈറ്റ് എഴുതും. എത്ര? 1. സോ എ ഈസ് √3 1. ഒന്നാമത്തെ ആൻസർ കിട്ടി. വളരെ എളുപ്പമാണ്. ഇനി രണ്ടാമതായിട്ട് ഇപ്പുറമുള്ള ബി എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കാണാനും ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് എങ്ങോട്ട് എക്സ് ആക്സിസിലേക്ക് നമുക്ക് ഡോട്ട് ലൈൻ ഇട്ട് ജോയിൻ ചെയ്യാം. എക്സ് ആക്സിസിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെയും കിട്ടിയല്ലോ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് എത്ര ഡിഗ്രി വീതമാണ്? ഇത് 30 ഉണ്ട്, ഇവിടെ 90 ഉണ്ട്. അപ്പൊ ഇവിടെ എത്രയാ? 60 ഡിഗ്രി ആണത്. 30, 60, 90 തന്നെയാണ് ഇവിടെയും. ഇവിടെ 30. സോ അനദർ ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 60 ഡിഗ്രി, 90 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി. കണ്ടോ? ഇതിലും റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 2. അപ്പൊ ഇവിടെയും 2 തന്നെയല്ലേ? ഏത്? 90 ഓപ്പോസിറ്റ് ഇവിടെയും 2 തന്നെയാണ്. 90 ഓപ്പോസിറ്റ് 2. സോ റേഷ്യോ 1:√3:2. 30 ഓപ്പോസിറ്റ് 1, 60 ഓപ്പോസിറ്റ് √3. ഇങ്ങനെ വന്നു. അപ്പോ 30 ഓപ്പോസിറ്റ് 1, 60 ഓപ്പോസിറ്റ് √3 എന്ന് വന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? എങ്കിൽ ഈ പോയിന്റ് എത്രയായിരിക്കും? യെസ്, ലെഫ്റ്റ് സൈഡിലേക്ക് ആയതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും. ഒരു യൂണിറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ആയതുകൊണ്ട് -1 ആയിരിക്കും. കണ്ടോ? അപ്പൊ ബിയുടെ കോർഡിനേറ്റ്സിലെ എക്സ് കോർഡിനേറ്റ് -1 ആണ്. ദെൻ ഹൈറ്റ് എത്രയാ? √3 ആണ്. അതുകൊണ്ട് ബിയുടെ കോർഡിനേറ്റ്സ് ഓഫ് ബി ആർ -1 ആൻഡ് √3. വളരെ എളുപ്പമല്ലേ? അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ചെയ്തു പഠിക്കുക. നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.